ബഷീർ ഈ കുറേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഗംഭീര ഷോർട്ട് ഫിലിം. ഞാൻ ചോദിച്ചു, ഞാൻ നമ്മളെ നോർമലി നോക്കില്ലല്ലോ സംവിധാനം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ കണ്ടു. ബഷീർ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ചും കണ്ടു, അല്ലെങ്കിൽ റോഷൻ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ച് കണ്ടു. പക്ഷെ അതൊന്നുമല്ല, ഇതാരും ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിം. ഗംഭീരം. ഞാൻ പറഞ്ഞു ഉഗ്രൻ, നല്ല മേക്കിംഗ് കേട്ടോ. ആണോ ചോദിച്ചു. അതെ, ഞാനാണ് എൻ്റെ സംവിധായകൻ. ഞാൻ ആണോ? പിന്നീട് ഉണർവ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അവാർഡ്സ് ഇപ്പോഴും ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ബഷീറിൻ്റെ അവാർഡിൻ്റെ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, എടോ നിങ്ങൾ വരണം, ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നായകനാണോ? നായകനൊന്നുമല്ല, നിങ്ങൾ വരണം. ഞാൻ വിളിച്ച വരൂലേ? ഞാൻ വരും. ഞാൻ പറഞ്ഞ എന്താണ്? വ്യത്യസ്തമായ വേഷമാണ്. ഞാൻ പറഞ്ഞ എന്താണ്? പോലീസാണ്. ഞാൻ വ്യത്യസ്തം. എനിക്കേ നമ്മൾ 100-ൽ 99 പോലീസ് സ്റ്റേഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യത്യസ്തം. പക്ഷേ ബഷീർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീജിത്തുണ്ട്, മൊത്തം ക്രൂ, രതീഷ് പാലോടുണ്ട് അസോസിയേറ്റ്, മൊത്തം ക്രൂ സിനിമാക്കാരൻ. വളരെ ഗംഭീരം. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ആരാണ് ഹീറോ? അപ്പം അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ മാറി, ഒരു ഭയങ്കര ഒരു, ഞാൻ വെച്ചാൽ ഒരു ഫോറിനറായിരിക്കും, ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളായിരിക്കും ധരിച്ചു, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, അങ്ങനെ ഒരാൾ മാറി നിൽപ്പുണ്ട്. അപ്പം ബഷീർ പറഞ്ഞു ഇദ്ദേഹമാണ് ഈ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, കാരണം നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നിൽപ്പുണ്ടേ, ജാടയായിരിക്കുന്നത്. പക്ഷേ സംഭവം ജാടയല്ല, ആദ്യമായി അഭിനയിക്കുന്നതിൻ്റെ അതുകൊണ്ടൊന്നും മാറി നിന്നാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര മനുഷ്യനാണെന്ന് മനസ്സിലായി. പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വെല്ലുവിളിയായി. ഞാൻ പറഞ്ഞു ഇയാൾ കൊള്ളാമല്ലോ,